അപ്പോൾ നമ്മുടെ വിജയ് അണ്ണന്റെ പടം റിലീസായിട്ടുണ്ടായിരുന്നു. എഫ്.ഡി.എഫ്.എസ് തന്നെയാണ് പടം കണ്ടത്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു വിജയ് പടം ഞാൻ എഫ്.ഡി.എഫ്.എസ് കാണുന്നത്. കാരണം തിയേറ്ററിൽ ഒരു ഓളവും ഇല്ലായിരുന്നു. വിജയ് പടം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ. ഒരു ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പടത്തിന് അത് പറ്റിയിട്ടില്ല. വിജയുടെ എൻട്രി കഴിഞ്ഞ് ഫാൻസ് പോലും അനങ്ങിയിട്ടില്ല അവിടുന്ന്. എഫ്.ഡി.എഫ്.എസ് ഷോ ആണെന്ന് പോലും പറയത്തില്ല. ഒരു ഹൈ മൊമെന്റും കൊടുക്കാനായിട്ട് യുവൻ ശങ്കർ രാജയ്ക്ക് പറ്റിയിട്ടില്ല. സോങ്സ് ആണേലും അങ്ങനെ തന്നെ ഓൾറെഡി സോങ്സ് ഒന്നും വലിയ ഇമ്പാക്റ്റ് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ തിയേറ്ററിൽ കേൾക്കുമ്പോഴെങ്കിലും സെറ്റ് ആകുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നെ ഡി-ഏജിങ് പരിപാടി. നല്ല യങ്ങായിട്ടുള്ള ഒരു വിജയനെ കാണിക്കുന്നുണ്ട്. ട്രെയിലറിൽ കാണിക്കാൻ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ പടത്തിലേക്ക് വരുമ്പോൾ അത് കുറേ സീനിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നല്ല ബോറായിരുന്നു. ഇത്രയും ഒരു പൈസ മുടക്കിയിട്ട് എന്താണ് ഇത്രയും ബോറെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വിജയുടെ ഓൾഡ് ലുക്ക് മേക്കപ്പ് ഒന്നും അത്ര സൂചിച്ചില്ല. ഫസ്റ്റ് ഹാഫ് പേഴ്സണലി ഒരു വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. ഒന്നുമില്ലേലും ചുമ്മാ കണ്ടെങ്കിലും ഇരിക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫ് ശരിക്കും ലാഗ് അടിച്ചു. നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. എഫ്.ഡി.എഫ്.എസ് ഷോസിന് അങ്ങനെ വരാത്തതാണ് പ്രത്യേകിച്ച് വിജയ് പടത്തിന്. പിന്നെ ആ ഒരു ക്ലൈമാക്സിലായിട്ട് കാണിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി. ഒരു കണക്ഷൻ തോന്നിയില്ല ആ ഒരു സ്റ്റേഡി ആയിട്ടുള്ള സീൻസ് ഒക്കെ. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ നമ്മുടെ തലയുടെ ഒരു റെഫറൻസ്. തല എന്ന് ഉദ്ദേശിച്ചത് ധോണിയല്ല, തല അജിത്തിനെ തന്നെയാണ്. ശരിക്കും വെങ്കട് പ്രഭുവിന്റെ പടത്തിൽ എന്തേലും വെറൈറ്റി കാണുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം പുള്ളിയുടെ ആ പടങ്ങൾ ഇത്രയും കാലം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ കാണണ്ടേനെ. പക്ഷേ വിചാരിച്ചത് തന്നെ മിച്ചം. നല്ല സോങ്സ് എങ്കിലും കുറച്ച് കിട്ടിയിരുന്നാൽ മതിയായിരുന്നു. ഇത് കുത്തിക്കയറ്റി കുറേ സാധനം. ഓൾറെഡി പ്രതീക്ഷിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഒന്നേലും മാസ് അല്ലെങ്കിൽ മങ്കാത്ത. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അടുത്തത് പുള്ളിയുടെ ലാസ്റ്റ് പടമാണ് വിജയുടെ. നല്ലൊരു പടം കിട്ടിയാൽ മതിയായിരുന്നു. എച്ച് വിനോദാണ്, എന്തും സംഭവിക്കാം. പിന്നെ ഇന്ത്യൻ 2 പോലെ അത്ര വധമല്ല കേട്ടാ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിജയ് പടം തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളവർക്ക് തിയേറ്ററിൽ കാണാം. അല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. പടം കണ്ടവരൊന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.